നിങ്ങളെ ബദൽ എന്ത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ബദൽ. ഇതിലൊക്കെ കൂടിയാണ് ഈ നാടിന്റെ വികസനം എന്ന് പറയുന്ന വികസനം ഉറപ്പുവരുത്താൻ കഴിയുക. ഇതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ആ ടണലിനെ കൂടിയൊക്കെ പോയപ്പോ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നില്ല, ഉള്ളിയൊരു കാര്യം ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച്. നമസ്കാരം. തള്ളൽ കൂടിയപ്പോൾ വിള്ളൽ വന്നു, വിള്ളൽ കൂടിയപ്പോൾ തള്ളലും നിന്നു. സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായി തലപ്പത്തിരിക്കുന്ന ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണോ? എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല. മരുമോന്റെ തള്ളലിന്റെ ആഴം എത്രയെന്ന് ദേശീയപാതയിലെ വിള്ളൽ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പാണ്. ഇതിന്റെ പ്രവൃത്തി, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. മരുമോന്റെ ഭരണം കടന്നു പോകുന്നില്ലേ എന്നാണ് പൊതുവെ ഉള്ള ഒരു കുശുകുശുപ്പ്. 2 മിനിറ്റുള്ള 4 വീഡിയോ ചെയ്യുന്നതിന് എത്ര രൂപ ചെലവാകും? 2 മിനിറ്റുള്ള ഒരു വീഡിയോയ്ക്ക് എത്ര രൂപ ചെലവാകും? 10,000, 25,000. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള മിനിമം അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ? അങ്ങനെ 2 മിനിറ്റുള്ള 4 വീഡിയോ ചെയ്യുന്നതിന് ടൂറിസം വകുപ്പിന് 39,500 അല്ല, ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. 4 ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് 13,4 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. 2 കോടി രൂപ 4 വീഡിയോകൾക്കായി, 2 മിനിറ്റ് ദൈർഘ്യമുള്ള 4 വീഡിയോയ്ക്കായി ചെലവഴിക്കുന്നത്. ക്ലിഫ് ഹൗസിലെ അടുക്കളയിൽ നിന്നും ഈ മരുമോൻ ആട്ട് കിട്ടുമോ എന്നും ഒരു സംശയമുണ്ട്. അമ്മായച്ചനെ വെളുപ്പിക്കാൻ മരുമോൻ തേച്ചത് ഇപ്പൊ പാണ്ടായി എന്നാണ് കേരളം പറയുന്നത്. LDF ഇനി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണവന്മാരടിക്കണം. ഇപ്പോഴത്തെ ഭരണത്തില് യാതൊരു തൃപ്തിയില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം കണ്ടിട്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് തോന്നിയിട്ടില്ല. എല്ലാം ശരിയാവുന്ന അവർക്ക് ശരിയായി, നമുക്ക് അത് ശരിയായിട്ടില്ല. ബഗന് ചോറും കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. ഒരു വണ്ടി ചോറും കാളകളും കൊണ്ടുവന്ന ആളും ബഗന്റെ ഭക്ഷണമാവും. ബഗന്റെ ആർത്തിയുമായി ഭരണം നടത്തുന്ന പിണറായിക്ക് സപ്പോർട്ട് കൊണ്ടുപോകുന്നവരും ഇപ്പോൾ ഭയത്തിലാണ്. പിണറായി എന്ന ബഗന്റെ വായിൽ പെടാതിരിക്കാൻ ഇപ്പോൾ നെട്ടോട്ടമോടുകയാണ് സഖാക്കളും. ഇങ്ങനെ പോയാൽ മരുമോനും അമ്മായപ്പനും തമ്മിൽ ഒരു ഉന്തും തള്ളുമാകുന്നത് കേരളം കാണേണ്ടി വരും. നല്ല മരുമോൻ, നല്ല മരുമോൻ, ചുണ്ടിൽ പഞ്ചാരച്ചിരിയും കൊണ്ട് നാടാകെ ശൃംഗരിച്ച് ഇന്നെന്റെ പേര് കളഞ്ഞ മരുമോൻ, നല്ല മരുമോൻ. തന്നേക്കാൾ വളരുമെന്ന് ഉറപ്പുള്ള മരങ്ങളെ എല്ലാം വെട്ടിനിരത്തിയ പാരമ്പര്യമുള്ള അമ്മായിയപ്പൻ മരുമോനെയും പടിക്ക് പുറത്തു നിർത്തുമോ എന്തോ. ഈ മരുമോൻ അമ്മായിയപ്പനെ പുകഴ്ത്തി കെട്ടിപ്പൊക്കിയ പദ്ധതികളെല്ലാം ഇപ്പോൾ തകർന്നടിയുകയാണ്. ഇങ്ങനെ പോയാൽ അമ്മായിയപ്പൻ പറയും മരുമോനോട് കടക്ക് പുറത്ത് എന്ന്. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എനിക്കറിയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഭരണകക്ഷി മുറുമുറുത്തു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം, തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. മരുമോന്റെ തള്ളലിനും പാതകളുടെ വിള്ളലിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെയാണ് ഇപ്പോൾ പിണറായി പോയിക്കൊണ്ടിരിക്കുന്നത്. മരാമത്ത് മരുമകൻ മുഹമ്മദ് റെയിൽസിന്റെ തള്ളുകളെല്ലാം വങ്കത്തരമാണെന്നും ഗീർവാണം മാത്രമാണെന്നും ഇപ്പോൾ കേരള ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി. ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം, അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അല്ലാതെയും റിവ്യൂ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയും. ദേശീയപാതയിലെ പണി പൂർത്തിയാകുന്നതിനിടയിൽ റെയിൽസുമായി മരുമോൻ അമ്മായിയപ്പനെ വെളുപ്പിക്കാൻ വികസന നായകൻ പിണറായി എന്ന് പാടിപ്പുകഴ്ത്തിയതിന് പിന്നാലെയാണ്
ദേശീയപാതകൾ എല്ലാം ഓരോന്നോരോന്നായി നിലം പൊത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. മെസോപ്പൊട്ടോമിയയിലെ മരിച്ചീനി പിഴുതുകഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമാണ്. ഉടനെ പക്ഷേ നമ്മുടെ പിണറായി കള ഒന്നങ്ങോട്ട് മാറ്റി ചവിട്ടിട്ടോ. ഇതിൻ്റെയൊക്കെ പിതൃത്വം ദേശീയപാത അതോറിറ്റിയാണ് എന്നും കേരള സർക്കാരിൻ്റെ അണാപ്പായി പിണൂപ്പായി ഇതിലേക്ക് ഇട്ടിട്ടില്ല എന്നുമാണ് പിണറായി കാലുമാറിയത്. അതുകൊണ്ട് നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം. പക്ഷേ അതിനർത്ഥം എന്താ? പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുന്നതല്ല, സംസ്ഥാനത്തിനല്ല അതിന്റെ ഉത്തരവാദിത്വം. സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല. ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്, DPR തയ്യാറാക്കുന്നത്, ടെൻഡർ ചെയ്യുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല. എന്റെ അമ്മയെ നാട്ടിച്ചു. നാരായണത്ത് ഭ്രാന്തനെ പോലെ വലത് കാലിലെ മന്ത് ഇടത് കാലിലാക്കി എന്നു മാത്രം. എന്നാൽ മരുമോൻ്റെയും അമ്മായിയപ്പൻ്റെയും ഈ പൊല്ലാപ്പൊക്കെ കണ്ട് MP രാജേഷും ഷംസീറും കൂട്ടരും ഒക്കെ രഹസ്യമായി തലയറഞ്ഞ് ചിരിക്കുകയാണ് ഇപ്പോൾ. പിണറായി പറഞ്ഞത് വെച്ചതനുസരിച്ച് സംസ്ഥാന സർക്കാരിന് 4 പൈസ ചെലവില്ലാത്ത പദ്ധതിക്കാണ് മുഹമ്മദ് റീൽസ് അവകാശവാദം ഉന്നയിച്ച് റീൽസിൻ്റെ തള്ളലുമായി രംഗത്ത് വന്നത്. ഈ ബൈപ്പാസ് വന്നതിന് ശേഷം 15 മിനിറ്റ് വേണ്ട വടകരയിൽ നിന്ന് തലശ്ശേരി എത്താൻ. 1, 2, 3 മണിക്കൂർ ലാഭമാണ്. ഇതിനെ പല നിലയിലും വിവാദമുണ്ടാക്കി തടയാൻ ശ്രമിച്ചു. ആ സമരത്തോടൊപ്പം അന്നത്തെ സംസ്ഥാന സർക്കാർ അടിയറ പറഞ്ഞ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി വരുമായിരുന്നു. കാലാണ് ഇനി തരാൻ പറ്റില്ല, നിങ്ങളുടെ മുൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പറഞ്ഞ നിലപാട് കേന്ദ്രം സ്വീകരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഈ പദ്ധതി ഒഴിവാക്കാമെന്നുള്ള സമീപനം പിണറായി വിജയനും ഗവൺമെന്റും എടുത്തിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നു. അതിന് ഫണ്ട് കണ്ടെത്തിയില്ലേ? കേരളത്തിൽ പേരുകേട്ട കുമ്മനടിയേക്കാളും ചന്ദ്രനടിയേക്കാളും മുഴുത്ത ഒരടിയായി പോയി റിയാസ് അടി. ആകെ ചെലവാക്കിയത് ഏതാണ്ട് 200 കോടി രൂപയാണ്. 80 കോടിയോളം തുക കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. 80 കോടി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. അത് തദ്ദേശ വകുപ്പിന്റെ തുകയാണ്. 80 കോടിയാണ് തദ്ദേശ വകുപ്പ് ചെലവഴിച്ചിട്ടുള്ളത്. കോർപ്പറേഷനും തുക ചെലവഴിച്ചിട്ടുണ്ട് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനായി. അത് 40 കോടി രൂപയാണ്. അങ്ങനെയാണ് 200 കോടി രൂപയ്ക്ക് തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡുകൾ തയ്യാറായത്. അതായത് പൊതുമരാമത്ത് വകുപ്പിന് ക്രെഡിറ്റ് എടുക്കാനുള്ള റോൾ ഇതിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഫ്ലക്സിലടക്കം മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസുമാണ് തുകയടക്കം മുടക്കിയ തദ്ദേശ വകുപ്പിനെ അവഗണിച്ചു എന്നുള്ളതാണ്. വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ കയറി കുന്തിച്ചിരുന്നപ്പോ അതിനെ പരിഹസിച്ച റിയാസ് അതാ റോഡ് വികസനം അവകാശപ്പെട്ട് വന്ന ഫ്ലെക്സിൽ അമ്മായിയപ്പനോടൊപ്പം കയറിയിരിക്കുന്നു. അല്പത്തരം ജനാധിപത്യ വിരുദ്ധല്ലേ ഈ ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക. ഇതൊക്കെ അല്പത്തരമല്ലേ. അല്പത്തരം. അപ്പൊ ഇതിനെ ജനാധിപത്യ വിരുദ്ധതയും അല്പത്തരമായിട്ട് കാണണം. ഇത് മലയാളി പൊറുക്കുവോ? രാവിലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോക്കറ്റിലിട്ട് പോകുന്നത് കണ്ടവരുണ്ട്. പിന്നെ കാണുന്നത് ഫ്ലെക്സിലാണ്. ഇങ്ങനെ പോയാൽ താനില്ലാത്ത നേരം നോക്കി മരുമോൻ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാനും മടിക്കില്ല എന്നും പിണറായി ഭയക്കുന്നുണ്ട്. ഇത് മന്ത്രിമാർക്കിടയിൽ മാത്രമല്ല, ഇപ്പോൾ ഇത് ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിൽ വരെ മുറുമുറുപ്പുമായിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗരിമ പറയാൻ കാത്തുകെട്ടിയിരുന്ന ദേശീയപാത നിലംപൊത്തിയതോടെ മരുമോനും അമ്മായി അച്ഛനും പെട്ടു. ഇനി റീൽസ് ഇടാൻ കഴിയാത്ത റിയാസിൻ്റെ ചിണുങ്ങൽ അമ്മായിയച്ഛൻ കണ്ടില്ലെന്ന് നടിക്കുമോ എന്തോ. ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിന്റെ റീൽസ് ഇടൽ ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. റീൽസ് ഇടലും ജനങ്ങളിലെത്തിക്കലും തുടരും. റിയാസ് വർക്കലയിലും മറ്റുമിട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളെല്ലാം തകർന്നു വീണു. റീൽസിൻ്റെ സ്ഥിരം ലൊക്കേഷനായ ദേശീയപാത പാതാളത്തിലുമായി. ഇനി റിയാസ് എന്ത് ചെയ്യും എന്തോ ഒന്നും അറിയില്ല. ഇതിനിടയിലാണ് കൂനുമേൽ കൂര് പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെയായി ഇപ്പോൾ LDFന്. കാത്തൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി, അയ്യോ കാക്കച്ചി കൊത്തിപ്പോയി, നോക്കി വെച്ചൊരു കാരാകാര പഴം നോട്ടം തട്ടിയാൽ പോകും, പിണുവിൻ്റെ നോട്ടം തട്ടിയാൽ തീരും. ബ്ലിങ്ക് തുടരും കേട്ടോ. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.